നമസ്കാരം. PSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. 1ഉം 2ഉം വീഡിയോകളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. PSC ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 1 നിബിൾ ഈസ് ഈക്വൽ ടു. ഒരു നിബിൾ എന്നാൽ എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ 2 ബിറ്റ്സ്, 4 ബിറ്റ്സ്, 8 ബിറ്റ്സ്, 16 ബിറ്റ്സ്. ഉത്തരം 4 ബിറ്റ്സ്. ദ സ്മോളസ്റ്റ് മെമ്മറി യൂണിറ്റ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് എ ബിറ്റ്. ഒരു ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റാണ്. എ ഗ്രൂപ്പ് ഓഫ് 8 ബിറ്റ്സ് ഈസ് കോൾഡ് എ ബൈറ്റ്. 8 ബിറ്റുകൾ ചേർന്നതാണ് ഒരു ബൈറ്റ്. 1 ബൈറ്റ് ഈസ് ഈക്വൽ ടു 2 നിബിൾസ്. 1024 ബൈറ്റ്സ് ഈസ് ഈക്വൽ ടു 1 കിലോബൈറ്റ് ഓർ 1 KB. 1024 ബൈറ്റുകൾ ചേർന്നതാണ് 1 KB. 1024 KB ഈസ് ഈക്വൽ ടു 1 MB and 1024 MB is equal to 1 GB. രണ്ടാമത്തെ ചോദ്യം, വിച്ച് among the following is not an example of an optical storage device? താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് അല്ലാത്തതേത് എന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ കോമ്പാക്ട് ഡിസ്ക്, ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, ഫ്ലാഷ് ഡ്രൈവ്. ഉത്തരം ഫ്ലോപ്പി ഡിസ്ക്. മൂന്നാമത്തെ ചോദ്യം, ദ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ വിച്ച് ഈസ് ഇനീഷ്യലി പ്രൊവൈഡഡ് ഫ്രീ ഓഫ് ചാർജ് ടു യൂസേഴ്സ് ഹൂ ആർ അലൗഡ് ആൻഡ് എൻകറേജ് ടു മേക്ക് ആൻഡ് ഷെയർ ദ കോപ്പീസ് ഓഫ് ദ പ്രോഗ്രാം വിച്ച് ഹെൽപ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ഈസ് നോൺ ആസ്. ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിൻ്റെ ഫ്രീ ആയി ഉപഭോക്താക്കൾക്ക് ആദ്യം കൊടുക്കുന്ന കോപ്പി, അതായത് ഈ സോഫ്റ്റ്വെയർ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാൻ വേണ്ടി അതിൻ്റെ നിർമ്മാതാവ് ഫ്രീ ആയി ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന കോപ്പിക്ക് പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ ഷെയർവെയർ, ഫ്രീവെയർ, റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഉത്തരം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇനി ഈ 4 ഓപ്ഷനുകളെക്കുറിച്ചും നമുക്ക് അല്പം വിശദമായിട്ട് പരിശോധിക്കാം. Open source software is a software with source code that anyone can inspect, modify and enhance. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയറിൻ്റെ കൂടെ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന സോഴ്സ് കോഡും കൂടി ഉണ്ടാവും. അപ്പോൾ ഒരു ഉപഭോക്താവിന് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ സോഫ്റ്റ്വെയർ. ഇതിനൊരു ഉദാഹരണമാണ് ലിനക്സ്. ഫ്രീവെയർ ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ യൂസ് വിത്തൗട്ട് പേയ്മെൻറ്റ് ബട്ട് വിത്തൗട്ട് സോഴ്സ് കോഡ് ബീയിങ് മെയ്ഡ് അവൈലബിൾ. ഫ്രീവെയർ എന്ന് പറയുന്നത് ഇത് ഫ്രീ ആയിട്ട് തന്നെ ഉപഭോക്താവിന് കിട്ടുന്ന സോഫ്റ്റ്വെയറാണ്. പക്ഷേ ഇതിൻ്റെ മുഖ്യമായ വ്യത്യാസം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുമായിട്ടുള്ളത് ഫ്രീവെയറിൻ്റെ കൂടെ സോഴ്സ് കോഡ് ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് വേണ്ട രീതിയിൽ ഈ സോഫ്റ്റ്വെയറിൽ വ്യത്യാസം വരുത്താൻ പറ്റില്ല. ഇതിന് ഉദാഹരണമാണ് സ്കൈപ്പ്, അഡോബ് അക്രോബാറ്റ് റീഡർ എന്നീ പറയുന്നത്. Ready-made softwares are software that are developed not for any specific user but for the users in general. അതായത് ഒരു പ്രത്യേക ഉപഭോക്താവിന് വേണ്ടി അല്ലാതെ ഒരു ഗ്രൂപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ. ഇതിനൊരു ഉദാഹരണമാണ് അക്കൗണ്ടിങ് പ്രൊഫഷനിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ടാലി. ഷെയർവെയർ ഈസ് എ ടൈപ്പ് ഓഫ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ വിച്ച് ഈസ് ഇനീഷ്യലി പ്രൊവൈഡഡ് ഫ്രീ ഓഫ് ചാർജ് ടു യൂസേഴ്സ്. ഇനി ഷെയർവെയർ എന്ന് പറയുന്നത് ഒരു ഉപഭോക്താവിന് ഉപയോഗിക്കാൻ വേണ്ടി ആദ്യം ഫ്രീ ആയിട്ട് നൽകും. പക്ഷേ ഈ ഫ്രീ ആയിട്ട് നൽകുന്ന ഷെയർവെയറിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇതിൽ പ്രധാനമായിട്ടും 2 വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് ആഡ്വെയർ എന്ന് പറയും. ആഡ്വെയർ ഉപഭോക്താവ് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ അതിൽ പരസ്യങ്ങൾ കാണിക്കും. ഈ പരസ്യത്തിൽ നിന്നുള്ള വരുമാനം
ആരാണോ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അവർക്കാണ് കിട്ടുക. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നതിന് ഡെമോവെയർ എന്ന് പറയും. ഡെമോവെയറിൽ പ്രധാനമായും 2 വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് ക്രിപ്പിൾ വെയർ, അതായത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ വളരെ ലിമിറ്റഡ് ഓപ്ഷൻസുകൾ ഒരു ഉപഭോക്താവിന് കൊടുക്കും, അയാൾ വാങ്ങിക്കുന്നവർ. സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെട്ടിട്ട് അയാൾ അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ പൂർണ്ണമായിട്ടുള്ള ശക്തിയോട് പൂർണ്ണമായിട്ട് എല്ലാ ഓപ്ഷനുകളും ഉപയോഗിക്കാവുന്ന വേർഷൻ അയാൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രയൽ വേർഷനാണ്. ട്രയൽ വേർഷനിൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ സോഫ്റ്റ്വെയർ ഉപഭോക്താവിന് ഉപയോഗിക്കാം, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഷെയർവെയർ ഉപയോഗിക്കാം. പക്ഷേ ഒരു നിശ്ചിത സമയത്ത്, ഫോർ എക്സാമ്പിൾ ഒരു 15 ദിവസത്തെ ട്രയൽ വേർഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ 15 ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനുകളാണ് ഉള്ളത്. 4ാമത്തെ ചോദ്യം, FPI സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷനുകൾ ഫോൾസ് പെർ ഇഞ്ച്, ഫ്രെയിംസ് പെർ ഇഞ്ച്, ഫിഗർ പെർ ഇഞ്ച്, ഫിലിം പെർ ഇഞ്ച്. ഉത്തരം ഫ്രെയിംസ് പെർ ഇഞ്ച്. FPI എന്ന് പറയുന്നത് ഫ്രെയിംസ് പെർ ഇഞ്ചാണ്. 5ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ? താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തതേത് എന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ ആപ്പിൾ സഫാരി, കെമലിയോൺ, സാപ്പിയ, കാമിനോ. ഉത്തരം സാപ്പിയ. ബ്രൗസറുകളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സീരീസിലെ 2ാമത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ പാർട്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ വെബ് ബ്രൗസറുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും വീഡിയോ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ഈ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ ആപ്പിൾ സഫാരിയും കെമലിയോണും കാമിനോയും വെബ് ബ്രൗസറുകളാണ്. ഇതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് സാപ്പിയയാണ്. സാപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാപ്പിയ ഈസ് എ വയർലെസ് ഫയൽ ഷെയറിംഗ് സോഫ്റ്റ്വെയർ. ഒരു വയർലെസ് ഫയൽ ഷെയറിംഗ് സോഫ്റ്റ്വെയറാണ് സാപ്പിയ. 6ാമത്തെ ചോദ്യം, ദ ടേം വൈറസ് സ്റ്റാൻഡ്സ് ഫോർ. കമ്പ്യൂട്ടർ ഭാഷയിലുള്ള വൈറസ് എന്നുള്ളത് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ വൈറൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്, വൈറൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീസ്, വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീസ് ആൻഡ് വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. ശരിയായ ഉത്തരം വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. 7ാമത്തെ ചോദ്യം, ദ പ്രോട്ടോകോൾ യൂസ് ഫോർ ഇമെയിൽ സർവീസ് ഈസ്. ഇമെയിൽ സർവീസിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ SNMP, SMMP, SNTP, SMTP. ശരിയായ ഉത്തരം SMTP. SMTP എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. 8ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ CEO ഓഫ് വാട്സാപ്പ്? വാട്സാപ്പിൻ്റെ CEO ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ ജാൻ കോം, മാർക്ക് സക്കർബർഗ്, ജാക്ക് ഡോസി ആൻഡ് സുന്ദർ പിച്ചൈ. ഉത്തരം ജാൻ കോം. ജാൻ കോമാണ് വാട്സാപ്പിൻ്റെ CEO. മാർക്ക് സക്കർബർഗ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനാണ്. അതേപോലെ ജാക്ക് ഡോസി എന്ന് പറയുന്നത് ട്വിറ്ററിൻ്റെ സ്ഥാപകനാണ്. ശ്രീ സുന്ദർ പിച്ചൈ ഗൂഗിളിൻ്റെ CEO ആണ്. 9ാമത്തെ ചോദ്യം, ഫോർജറി ഓഫ് എൻ ഇമെയിൽ ഹെഡർ സോ ദാറ്റ് ദ മെസ്സേജ് അപ്പിയേഴ്സ് ടു ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം സംവൺ ഓർ സംവെയർ അതർ ദാൻ ദ ആക്ച്വൽ സോഴ്സ് ഈസ് നോൺ ആസ്. ഒരു ഇമെയിലിൻ്റെ ഹെഡറിൽ വ്യത്യാസം വരുത്തിയിട്ട് അത് കൃത്യമായി ആരയച്ചു അല്ലെങ്കിൽ എവിടുന്ന് വരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഫോർജറി നടത്തുന്നതിന് എന്താണ് പറയുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ ഇമെയിൽ സ്പാമിംഗ്, ഇമെയിൽ ജാമിംഗ്, ഇമെയിൽ സ്പൂഫിംഗ്, നൺ ഓഫ് ദ എബോവ്. ഉത്തരം ഇമെയിൽ സ്പൂഫിംഗ്.
10ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മൈക്രോ പ്രോസസ്സർ മാനുഫാക്ചറിംഗ് കമ്പനി? താഴെ പറയുന്നവയിൽ മൈക്രോ പ്രോസസ്സറുകൾ മാനുഫാക്ചറിംഗ് ചെയ്യാത്ത കമ്പനി ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ AMD, മൈക്രോസോഫ്റ്റ്, IBM, ഇൻറ്റൽ. ഉത്തരം മൈക്രോസോഫ്റ്റ്. AMDയും IBMഉം ഇൻറ്റലും മൈക്രോ പ്രോസസ്സറുകൾ മാനുഫാക്ചറിംഗ് ചെയ്യുന്ന കമ്പനികളാണ്. മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയറുകളാണ് ഉണ്ടാക്കാറുള്ളത്. 11ാമത്തെ ചോദ്യം, ദ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ എന്ന് എന്തിനെയാണ് പറയുന്നത്? ഓപ്ഷനുകൾ മെമ്മറി, പെരിഫറൽ യൂണിറ്റ്, CPU, കൺട്രോൾ യൂണിറ്റ്. ഉത്തരം CPU. CPU എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ചുരുക്കമാണ് CPU. The part of the computer which holds data and instructions is called memory unit. ഒരു കമ്പ്യൂട്ടറിലെ ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഹോൾഡ് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. There are two types of primary memory units, RAM and ROM. 2 തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രൈമറി മെമ്മറി യൂണിറ്റുകളാണുള്ളത്. ഒന്ന് RAM, അതായത് റാൻഡം ആക്സസ് മെമ്മറി. രണ്ടാമത്തേത് ROM, റീഡ് ഓൺലി മെമ്മറി. അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറികളുടെ ഉദാഹരണങ്ങളാണ് ഹാർഡ് ഡിസ്ക്, CD, DVD മുതലായവ. All the external parts of computer are called peripheral unit. കമ്പ്യൂട്ടറിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളെയെല്ലാം കൂടി ചേർത്തിട്ട് പറയുന്നതാണ് പെരിഫറൽ യൂണിറ്റ്. The part of computer which coordinates input and output devices of a computer is called control unit. Control unit organizes the processing of data into information. ഒരു കമ്പ്യൂട്ടറിലെ ഇൻപുട്ട് ഡിവൈസസിനെയും ഔട്ട്പുട്ട് ഡിവൈസിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഭാഗത്തിനാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് ഇൻഫർമേഷനായിട്ട് ഔട്ട്പുട്ട് തരുന്നത്. അടുത്ത ചോദ്യം, ദ ഇൻവെൻറ്റർ ഓഫ് വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ ടിം ബെർണേഴ്സ്-ലീ, മാക് ആൻഡ്രിയാസൺ, ജെയിംസ് എച്ച് ക്ലാർക്ക് ആൻഡ് റോബർട്ട് കാലിവ്. ഉത്തരം ടിം ബെർണേഴ്സ്-ലീ.